പീഡന ആരോപണം നേരിടുന്ന റാപ്പർ വേടൻ ഒളിവിലാണെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ പുട്ട വിമലാദിത്യ കൊച്ചിയിൽ പറഞ്ഞു. പുതിയ പരാതികൾ ലഭിച്ചാൽ നടപടിയെടുക്കും. വേടനെ പോലീസ് സംരക്ഷിക്കുന്നില്ല എന്നും കമ്മീഷണർ അറിയിച്ചു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, പോലീസ് കമ്മീഷണർ തന്നെ സമ്മതിക്കുകയാണ് റാപ്പർ വേടൻ ഒളിവിലാണ് എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ കാണുന്നു റാപ്പർ വേടൻ പല പരിപാടികളിലും കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ റാപ്പർ വേടൻ സഞ്ചരിക്കുന്നതൊക്കെ ഈ കേസ് വന്നതിന് ശേഷവും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് കമ്മീഷണർ പറയുന്നു റാപ്പർ വേടൻ ഒളിവിലാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോലീസ് യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് കൈ കഴുകുകയാണോ? അരുൺ കൊടുങ്ങൂർ. വിനോദ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പരാതി വന്ന ആ ഒരു സമയത്ത് തന്നെ പോലീസ് കാണിച്ച ഒരു നിഷ്ക്രിയത്വം, അത് വേടന് ഒളിവിൽ പോകാനുള്ള ഒരു കൃത്യമായ സാഹചര്യവും കാര്യങ്ങളുമെല്ലാം തന്നെ ഒരുക്കി നൽകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാളെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കൃത്യമായുള്ള പരാതികൾ കൃത്യമായി തന്നെ പരാതിക്കാരികൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള ഇടപെടലും പോലീസ് നടത്തിയിരുന്നില്ല. ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിനെതിരെ ഉയരുന്ന ആരോപണവും. ഇപ്പോൾ വേടൻ ഒളിവിലാണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. പക്ഷേ കണ്ടെത്താനുള്ള അനവധി സാധ്യതകളുണ്ടായിരുന്നു. ഒരുപാട് തരത്തിൽ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളടക്കം വേടൻ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് അറിയായിരുന്നു. പക്ഷേ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെ, അത് രാഷ്ട്രീയ സമ്മർദ്ദമാണോ ഇതിന് പിന്നിൽ നിന്നുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. അതങ്ങനെ വലിയ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും കൃത്യമായ ഒരു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലെത്തി മുൻകൂർ ജാമ്യം തേടുന്നത് വരെ അറസ്റ്റില്ല എന്നുള്ള ഒരു ഉറപ്പൊക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ തന്നെ വേടൻ സജീവമാണ്. പക്ഷേ അത്തരത്തിൽ ഇങ്ങനെ സജീവമാകുമ്പോഴും കൃത്യമായി ഇയാളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ വിമർശന വിധേയമാകുകയും ചെയ്തിരിക്കുന്നത്. പോലീസിനെതിരെ വിഷയത്തിലുണ്ടായത് കുറ്റകരമായ അനാസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളും ഈ വിഷയത്തിൽ പോലീസ് നേരിടേണ്ടി വന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിനോദ, അപ്പോൾ അരുൺ കൊടുങ്ങൂർ, ഒരു കാര്യം കൂടി, ഈ ജാമ്യാപേക്ഷ കോടതി ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ല. വേടനെ അറസ്റ്റ് ചെയ്യരുത്, തൽക്കാലം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം കോടതി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ റാപ്പർ വേടൻ ഒളിവിലാണ് എന്ന് പോലീസ് കമ്മീഷണർ പറയുമ്പോൾ അത് റാപ്പർ വേടനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് റാപ്പർ വേടൻ ഒളിവിലാണ് എന്ന് കമ്മീഷണർ പറയുന്നത്. അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് അരുൺ കൊടുങ്ങൂർ? തീർച്ചയായും അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ നിരത്തിയിരുന്നത്. എന്തായാലും ഈ പരാതി വരുന്നു, ആ പരാതി ആദ്യം പോലീസ് ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ കൃത്യമായി സ്റ്റേജ് ഷോകളിലടക്കം പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു ഗുരുതരമായ ഏറ്റവും ഗൗരവകരമുള്ള ഒരു പരാതി പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു വിഷയത്തെ ഗവനിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വേടനെ രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കി നൽകി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ പിടിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇതിൽ തന്നെ കൃത്യമായുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണതലത്തിലുള്ള ഒരു സമ്മർദ്ദം അത് കൃത്യമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ കുറ്റകരമായ ഒരു അനാസ്ഥ കാട്ടിയതെന്നാണ് പരാതിക്കാരികൾ അടക്കമുള്ളവർ പറയുന്നത്. കൃത്യമായി ഒളിവിലാണ് എന്നുള്ള കാര്യമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.